അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് എക്സസൈസിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റൈറ്റ് ദ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other ways. അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ആരെ എഴുതണം? 1ലും 6ലും അവസാനിക്കുന്ന നാച്ചുറൽ നമ്പറിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് അത് മറ്റ് 2 രീതിയിൽ വിശദീകരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അത് ഏതൊക്കെ രീതിയാണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് 1ലും 6ലും അവസാനിക്കുന്ന നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1, 6, 11, 16, 21 ഇങ്ങനെയാണ് പോകുന്നത്. ഈ നമ്പറുകളുടെ 2 തരത്തിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കിയേ. 1ൽ നിന്ന് 6ലോട്ടും 6ൽ നിന്ന് 11ലോട്ടുമുള്ള ഡിഫറൻസ് 5 ആണ് അല്ലേ? ഈ 5 എന്ന് പറയുന്നത് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ രീതി നമുക്ക് പറയാം. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ഈസ് 5 ഇൻ ദിസ് സീക്വൻസ്. ഇപ്പോൾ ഒന്നാമത്തേൽ നമുക്ക് പറയാം 1, 6, 11, 16, 21 എഴുതുന്ന നാച്ചുറൽ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്ന നാച്ചുറൽ നമ്പറിൻ്റെ കോമൺ ഡിഫറൻസ് 5 ആണ്. ഇപ്പോൾ ഒന്നാമത്തെ രീതിയിൽ നമുക്കിതിനെ എഴുതിക്കൂടെ? ഇനി രണ്ടാമത്തെ രീതിയിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ രീതിയിൽ ഈ 5 കൊണ്ട് ഇതിനെല്ലാം നമുക്കൊന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 6നെ 5 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. അതേപോലെ 11നെ നമുക്ക് 5 കൊണ്ട് ഡിവിഷൻ നടത്തിയാലോ? 5 2s are 10, നമുക്ക് അവിടെയും കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. കണ്ടോ? അപ്പോൾ ഇതിനെല്ലാം 5 കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ സെയിം ആണ്. ഇതാണ് രണ്ടാമത്തെ രീതി. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് 5 ഇൻ ദി സീക്വൻസ്, അതിൻ്റെ എല്ലാം കോമൺ ഡിഫറൻസ് 5 ആണ്. രണ്ടാമത് 5 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ റിമൈൻഡർ എല്ലാം വരുന്നത് 1 ആണ്. നെക്സ്റ്റ് നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ 3 ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ ട്രയാങ്കിൾ അതിനകത്തുമുണ്ട്. എന്താ പറഞ്ഞിരിക്കുക? ദ ഫസ്റ്റ് പിക്ചർ ഷോസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ദ സ്മാളർ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ് കട്ട് ഓഫ്. The second picture shows the same thing done on each of the 3 triangles in the first picture. The third picture shows the same things done on second picture. എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ ചിത്രത്തിൽ അതിൻ്റെ വശങ്ങൾ, ആ സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ത്രികോണത്തിനെ വെട്ടിമാറ്റിയ രൂപമാണ് ആദ്യത്തെ ചിത്രത്തിൽ. അതേപോലെ തന്നെയാണ് രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും. ഇങ്ങനെ പോകുമ്പോൾ ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഓരോന്നിലും എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഓരോന്നും. ഇവിടെ നമുക്ക് റെഡ് ട്രയാങ്കിളിന് പകരം ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഓരോ ഡോട്ട് ഇടുന്നതും റെഡ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അങ്ങനെ റെഡിന് പകരം നമ്മൾ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എണ്ണിയെടുക്കാൻ എളുപ്പമാണ്. നോക്കാം. ആദ്യത്തെ ട്രയാങ്കിളിൽ എത്ര ഡോട്ടുണ്ട്? ഡോട്ടെന്ന് പറയുന്നത് റെഡാണ്, 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ആദ്യത്തെ ട്രയാങ്കിളിൽ 3 റെഡ് ട്രയാങ്കിളാണ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തേല 1 2 3 4 5 6 7 8 9 9 എണ്ണം ഉണ്ട്. അടുത്തതിലോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 27 എണ്ണം ഉണ്ട്. അങ്ങനെ ഇത് അടുത്ത ട്രയാങ്കിൾ വരച്ചാൽ ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് പോകും. ഇതിൻ്റെ ബന്ധം എന്താണെന്ന് നോക്കിയേ. ഇതെല്ലാം 3യുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 1 3s are 3, പിന്നെ തുടങ്ങുന്നത് 3 3s are 9, വീണ്ടും 9 × 3 27. അങ്ങനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഓരോന്നും കിട്ടും. ഉണ്ടോ? അപ്പോൾ അങ്ങനെ പോകുന്ന ട്രയാങ്കിളിൻ്റെ സീരീസ് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്ന ആദ്യത്തെ സെക്ഷനിൽ തന്നെ നമ്പർ സീക്വൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു ബന്ധമുണ്ടല്ലോ. 3 × 3 9, 9 × 3 27, ഇനി അടുത്ത 27 × 3 ഇങ്ങനെ പോകും. മനസ്സിലായോ? ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? Taking the area of wall uncut triangle as 1, compute the area of small triangle in each picture. ഈ ട്രയാങ്കിളിൽ നിന്ന് ഒന്നും വെട്ടി മാറ്റാതെ ആ ട്രയാങ്കിളിൻ്റെ പരപ്പളവിനെ ഒന്നാക്കി എടുത്താൽ അതിനകത്തുള്ള ഓരോ ചെറിയ ത്രികോണത്തിൻ്റെയും പരപ്പളവ് കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. വെട്ടി മാറ്റാതെ അതിനെ ഒന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ആ ചെറിയ ട്രയാങ്കിളിൻ്റെ പരപ്പളവെന്ന് പറയുന്നത് മൊത്തം എത്ര? 1 2 3 4, അപ്പം 4ൽ ഒരു ഭാഗമായിരിക്കും. അതായിരിക്കും ഒന്നാമത്തെ ആൻസർ. ഇനി രണ്ടാമത്തേൻ്റെ നോക്കാം എത്ര എണ്ണമാണെന്ന്. അപ്പോൾ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്രാക്ഷനാക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഈക്വൽ ചെയ്യണം. അപ്പോൾ ഈക്വൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിന് കറക്റ്റ് ഫ്രാക്ഷൻ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഈക്വൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കിയേ, ട്രയാങ്കിളെല്ലാം ഈക്വൽ ആയില്ലേ? ഇനി ഒന്ന് എണ്ണി നോക്കിയേ. 1 2 3
4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 അങ്ങനെ 16 എണ്ണം നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനെ ഈക്വൽ ആവാത്തതിന് നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ചെയ്തു. അങ്ങനെ വരച്ച് നമ്മൾ ഈക്വൽ ചെയ്തപ്പോൾ നമുക്ക് അവിടുന്ന് എന്ത് കിട്ടി? മൊത്തം കറക്റ്റ് 16 പാർട്ട് കിട്ടി. അതൊന്നും കൂടി ഒന്ന് കാണിച്ചു തരാൻ നോക്കിയാൽ ഇതേ രീതിയിൽ ജോയിൻറ്റ് ചെയ്യുക. എന്നിട്ട് എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 അങ്ങനെ 16 പാർട്ട് നമുക്ക് കിട്ടും. ഈ 16 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ഉമായിട്ടുള്ള റിലേഷൻ 4 × 4 അല്ലേ 16 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 × 4 ദാറ്റ് ഈസ് 1/16 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് സീക്വൻസ് സംഖ്യ കിട്ടി 1/4 1/16 എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഇനി അടുത്ത മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ചിത്രം നമുക്ക് നോക്കാം. ഇതേപോലെ നമുക്ക് ജോയിൻ ചെയ്ത് നോക്കാം. ഇവിടെ മേളിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇനി അടുത്ത് വലിയ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റുകൾ ചേർത്ത് നമ്മൾ വരയ്ക്കുന്നു. നെക്സ്റ്റ് അതിൻ്റെ താഴെയുള്ളത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. കണ്ടോ? അതിനടുത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ട്രയാങ്കിൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. അത് റൈറ്റ് സൈഡിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. ഇനി അതിൽ ജോയിൻറ്റ് ചെയ്യാം. ജോയിൻറ്റ് ചെയ്ത് ടോട്ടൽ ട്രയാങ്കിൾ എണ്ണി എടുക്കുമ്പോൾ അതിൻ്റെ ആൻസർ ആവും. അത് നിങ്ങളൊരു ഹോംവർക്ക് പോലെ ചെയ്യുക. ഞാൻ വേറൊരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ആൻസർ ആദ്യം നമുക്ക് കിട്ടിയ 1/4 അല്ലേ? 1/4. അടുത്ത 1/16. ഇത് നമ്മളുടെ റിലേഷൻ എന്താ? 4 × 4 ആണ് ആര്? 16 എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത എന്തായിരിക്കും വരുന്നത്? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ 16 × 4. 16 × 4 എന്താ വരിക? 1/64. അപ്പോൾ നെക്സ്റ്റ് സീരീസ് ഇങ്ങനെ പോകും. ഇതാണ് ഇതിൻ്റെ നമ്പർ സീരീസ്. ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തില്ലേ 3, 9, 27, 3 × 3, 9, 9 × 3, 27. അതേപോലെ തന്നെ 4 × 4, 16, 16 × 4, 64. ഇങ്ങനെ ഒരു സീരീസ് നമുക്ക് കണക്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ? ഓരോ പിക്ചറിലെയും റെഡ് ട്രയാങ്കിളിൻ്റെ ചുവന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുക. നമുക്ക് നോക്കാം. അത് എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. ആദ്യത്തെ ട്രയാങ്കിൾ എത്രയുണ്ട്? 3 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ കണ്ടുപിടിച്ചേ 1/4 4 എണ്ണം അല്ലേ? അപ്പം 3/4 വരും. കണ്ടോ? രണ്ടാമത്തേൽ എത്ര ഉണ്ട് റെഡ് ട്രയാങ്കിള്? 9. ടോട്ടൽ എത്രയാ? 16. 9/16. മൂന്നാമത്തേതിലോ 27 റെഡ് ട്രയാങ്കിള്. ടോട്ടൽ എത്രയുണ്ട് ട്രയാങ്കിള്? 64. ഇങ്ങനെ എഴുതിയാൽ മതി. സംഭവം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ആദ്യത്തേതിൽ 3 എണ്ണമാണ്. അപ്പം 3 റെഡ് ട്രയാങ്കിൾ. ടോട്ടൽ ട്രയാങ്കിൾ 4 എണ്ണമാണ് ഉള്ളത് അല്ലേ? രണ്ടാമത്തെ ട്രയാങ്കിളിൽ 9 റെഡ് ട്രയാങ്കിളും ടോട്ടൽ 16 എണ്ണമാണ് ഉള്ളത് ട്രയാങ്കിൾ. മൂന്നാമത്തേതിൽ 27 എണ്ണം റെഡ് ട്രയാങ്കിൾ, 64 ടോട്ടൽ ട്രയാങ്കിളുമാണ് ഉള്ളത്. ക്ലിയർ ആയോ? നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ദ ഫസ്റ്റ് 5 ടൈംസ് ഓഫ് ഈച്ച് ഓഫ് ദി 3 സീക്വൻസസ് ഗോഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. ഇതേ രീതിയിൽ തന്നെ ആദ്യത്തെ മുകളിലത്തെ സീക്വൻസുകൾ ഉണ്ടല്ലോ അതിൻ്റെ 5 ടേംസുകൾ എഴുതാനാണ്. അത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്.